റിലീസിന് ശേഷം സോഷ്യൽ മീഡിയയിൽ മികച്ച പ്രതികരണം ലഭിക്കുന്ന ചിത്രമാണ് പൊന്മാൻ. എല്ലാ അഭിനേതാക്കളും കയ്യടി നേടുന്നതിനൊപ്പം പ്രേക്ഷകർ സംസാരിക്കുന്നത് ക്ലൈമാക്സിലെ ഫൈറ്റ് സീനിനെ കുറിച്ച് കൂടിയാണ്. സിനിമ തിയേറ്ററിൽ റിലീസായ സമയത്തും സോഷ്യൽ മീഡിയയിൽ വൈറലായത് ചെളിയിൽ പുതഞ്ഞു നിൽക്കുന്ന ബേസിൽ ജോസഫിന്റെ ചിത്രമായിരുന്നു. ചെളിയിൽ തലയുയർത്തി നോക്കുന്ന ബേസിലിന്റെ ഒരു പോസ്റ്ററും വൈറലായിരുന്നു. വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് ചെളിയിൽ കിടന്നുള്ള ഈ ഫൈറ്റ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് പൊന്മാൻ കണ്ടവർക്ക് മനസ്സിലാകും. ഫൈറ്റ് സീനിന്റെ ഷൂട്ടിങ്ങിനെ പറ്റി ചോദിച്ചപ്പോൾ അത് ചെളിയല്ല, ചോക്ലേറ്റ് ആണ്, ഷൂട്ട് കഴിയുമ്പോൾ രുചിച്ചു നോക്കുമെന്നാണ് തമാശ രൂപേണ ബേസിൽ ജോസഫ് പറഞ്ഞത്. പക്ഷെ സിനിമ കണ്ടവർക്കറിയാം, നല്ല അസൽ ചെളിയിൽ കിടന്നാണ് ബേസിലിന്റെ PP അജേഷും സജിൻ ഗോപുവിന്റെ മരിയാനോയും തല്ലുകൂടുന്നത്. ഈ ഫൈറ്റിനെ പറ്റി ചിത്രത്തിന്റെ സംവിധായകൻ ജ്യോതിഷ് ശങ്കർ സംസാരിച്ചിരുന്നു. 36 ദിവസത്തെ ഷൂട്ടിങ്ങിലൂടെയാണ് ചിത്രത്തിലെ നൈറ്റ് സീനുകൾ പൂർത്തിയാക്കിയത്. ഇടയ്ക്ക് ബ്രേക്ക് ഒന്നുമില്ലാതെ എല്ലാ ദിവസവും ഷൂട്ട് ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. 7 ദിവസം എടുത്താണ് ചെളിയിലെ ഫൈറ്റിന്റെ ഷൂട്ട് പൂർത്തിയാക്കിയിട്ടുള്ളത്. വൈകിട്ട് 7 മണിക്ക് ഷൂട്ടിംഗ് ആരംഭിച്ചാൽ പുലർച്ചെ വരെ തുടരും. കാണുമ്പോൾ വെറും 5 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഫൈറ്റ് ആണെങ്കിലും ഇത്രയധികം ദിവസത്തെ കഷ്ടപ്പാടാണ് ആ ഫൈറ്റിന് പുറകിലുള്ളതെന്ന് ജ്യോതിഷ് ശങ്കർ വിശദീകരിക്കുന്നുണ്ട്. ബേസിലും സജിൻ ഗോപുവും ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചുവെന്നും അവരുടെ ഡെഡിക്കേഷൻ എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. പൊന്നിനു വേണ്ടിയുള്ള ഫൈറ്റിനിടയിൽ അജേഷിന്റെ കൈകൾ ലോക്ക് ചെയ്ത ശേഷമാണ് മരിയാനോ ചെളിയിലേക്ക് ചാടുന്നത്. കായലും ചേറും ചെളിയുമൊക്കെ ചെറുപ്പം മുതലേ പരിചിതനായ മരിയാനോയ്ക്ക് ചെളിയിൽ വെച്ച് എളുപ്പത്തിൽ അജേഷിനെ കീഴ്പ്പെടുത്താനാകും എന്ന ഉദ്ദേശത്തോടു കൂടിയാണിത്. ചെളിയിൽ വെച്ചുള്ള ഫൈറ്റ് എന്നതിനപ്പുറത്തേക്ക് ഈ പൊന്നു മുഴുവൻ ചെളിയിൽ പുതഞ്ഞുപോയാൽ എങ്ങനെ കണ്ടുപിടിക്കും എന്നൊരു ടെൻഷൻ കൂടി പ്രേക്ഷകരിൽ ബിൽഡ് ചെയ്യാൻ ഫൈറ്റിലെ ഈ ഭാഗം സഹായിക്കുന്നുണ്ട്. ആർക്കും ലഭിക്കാതെ പൊന്ന് നഷ്ടപ്പെടുമോ എന്ന ആ ഭീതി ഈ ഫൈറ്റിനെ കൂടുതൽ എൻഗേജിംഗ് ആക്കുന്നുമുണ്ട്. ഒറിജിനൽ ചെളി തന്നെയാണ് ഷൂട്ടിനായി ഉപയോഗിച്ചിട്ടുള്ളത്. ഫൈറ്റ് ഷൂട്ട് ചെയ്യാൻ തെരഞ്ഞെടുത്ത സ്ഥലത്ത് ആദ്യമേ ചെളി നിറഞ്ഞിരുന്നു. എന്നാൽ പ്രൊഡക്ഷൻ ടീം ഈ ചെളി മാറ്റി പകരം കായലിൽ നിന്ന് വാരി അരിച്ചെടുത്ത ചെളിയാണ് ഫൈറ്റിന് വേണ്ടി ഉപയോഗിച്ചത്. കായൽ ചെളിയിലെ കക്കയുടെ അംശങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി അരിച്ചതിന് ശേഷം ഡെറ്റോൾ കൂടി ഒഴിച്ചാണ് ഷൂട്ടിന് വേണ്ടി ചെളി റെഡിയാക്കിയത്. ഓരോ ദിവസവും പുതിയതായി ചെളി എടുത്തിരുന്നുവെന്നും അല്ലെങ്കിൽ അടുത്ത ദിവസം ഷൂട്ടിനെത്തുമ്പോഴേക്കും ദുർഗന്ധം നിറയുമെന്നും എത്രയൊക്കെ സേഫ്റ്റി നോക്കിയാലും ചെളി തന്നെയാണെന്നും സംവിധായകൻ പറയുന്നുണ്ട്. എന്തായാലും സിനിമയുടെ OTT റിലീസിന് ശേഷം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബേസിലിന്റെ PP അജേഷിനും കൈയടിക്കുകയാണ് സോഷ്യൽ മീഡിയ. ഏത് സാഹചര്യങ്ങളെയും പൊരുതി തോൽപ്പിക്കാനുള്ള മനസ്സും മരണം വരെ പോരാടാൻ ചങ്കൂറ്റവുമുള്ള കേരളത്തിലെ ചെറുപ്പക്കാരുടെ പ്രതിനിധിയാണ് പൊന്മാനിൽ ബേസിൽ അവതരിപ്പിച്ചിട്ടുള്ള PP അജേഷ്. മിഡിൽ ക്ലാസ് ലൈഫും ലോവർ ക്ലാസ് ലൈഫും അനുഭവിച്ചു പോകുന്ന ഏതൊരു ചെറുപ്പക്കാരനും അജേഷിന്റെ മാനസികാവസ്ഥ മനസ്സിലാകും. അറിയാതെ തന്നെ കൈയടിച്ചു പോവുകയും ചെയ്യും. എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും ചങ്കൂറ്റത്തോടെ പോരാടും എന്നതാണ് അജേഷ് മുന്നോട്ട് വെക്കുന്ന ആശയം. ചിത്രത്തിലെ എല്ലാ കഥാപാത്രങ്ങളും മികച്ച പ്രകടനം കാഴ്ചവെച്ചെന്ന അഭിപ്രായങ്ങൾ ഉയർന്നെങ്കിലും കൂട്ടത്തിൽ ഒരുപടി മുമ്പിൽ പ്രേക്ഷകർക്ക് സ്വീകാര്യമായിരിക്കുന്നത് ബേസിലിന്റെ അജേഷ് തന്നെയാണ്. സജിൻ ഗോപു അവതരിപ്പിച്ച മരിയാനോ എന്ന കഥാപാത്രത്തെ വെച്ച് നോക്കുമ്പോൾ ശരീര വലുപ്പത്തിൽ വളരെ ചെറുതാണ് അജേഷ്. എന്നിട്ട് പോലും തനിക്ക് നഷ്ടപ്പെട്ട പൊന്ന് തിരിച്ചു പിടിക്കാൻ സധൈര്യം മരിയാനോയുടെ തലവെട്ടിച്ചിറയിൽ കിടന്ന് കറങ്ങുന്ന അജേഷിന്റെ കഥാപാത്രം സിനിമാ പ്രേമികളുടെ ഇഷ്ട കഥാപാത്രമായി മാറിയിരിക്കുകയാണ്. തന്നെക്കാൾ വലിയ വില്ലനെ കീഴ്പ്പെടുത്തുമ്പോൾ നായകന് കൂടുതൽ കയ്യടി കിട്ടുന്നത് സിനിമയിൽ സ്വാഭാവികമാണ്. എന്നാൽ അജേഷ് കയ്യടി നേടുന്നത് വില്ലനെ തോൽപ്പിച്ചതുകൊണ്ട് മാത്രമല്ല, അയാളുടെ നിശ്ചയദാർഢ്യവും ആത്മവിശ്വാസവും കുടുംബത്തോടുള്ള കരുതലും കൊണ്ടുകൂടിയാണ്.